അഭിജിത്ത്, ഇപ്പോഴും ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് പോലീസ് വ്യക്തമായ ഒരു ചിത്രം രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടോ? അതായത് 18 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ചില ആശങ്കകളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ഗോപി, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയോ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആ ക്യാമ്പസിനകത്ത് നിലനിന്നിരുന്നു. ആ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഈ രീതിയിലേക്കുള്ള ഒരു മർദ്ദനത്തിലേക്ക് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ നീങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ നിലവിൽ പോലീസ് തയ്യാറായിട്ടില്ല. നിലവിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ സ്ഥിരീകരിച്ച ഏതെങ്കിലും ഒരു കാരണത്തെക്കുറിച്ച് നമ്മളുമായി ഒരു പങ്കുവെക്കൽ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു വിവരം നിലവിൽ പറയാൻ നമുക്ക് സാധിക്കില്ല. അത് പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് അത്തരത്തിലുള്ള ഒരു മറുപടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കേണ്ടത്. പക്ഷേ ഏതൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം. പക്ഷേ എങ്കിൽ കൂടി എന്ത് കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ഞെട്ടലുളവാക്കുന്ന രീതിയിലുള്ള മർദ്ദനം അത് കോളേജ് ഹോസ്റ്റലിൻ്റെ 4 സ്ഥലങ്ങളിൽ എത്തിച്ചു നടന്നു എന്നുള്ളതാണ് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്ന് ഈ കോളേജിന്റെ നടുമുറ്റത്ത്, ഒപ്പം ഈ മുറികളിൽ എത്തിച്ച്, കൂടാതെ വാട്ടർ ടാങ്കിന് സമീപത്ത്, പിന്നെ ഈ കോളേജ് ഹോസ്റ്റലിന് സമീപത്തുള്ള ഒരു കുന്നിന് മുകളിൽ എത്തിച്ച്, ഇങ്ങനെ 4 ഇടങ്ങളിൽ എത്തിച്ച് സിദ്ധാർത്ഥനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കാൻ തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തി, ബെൽറ്റ് കൊണ്ടടിച്ചു. ചിലർ ഈ രംഗം കണ്ട് അത് സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും വളരെ ക്രൂരമായൊരു കൃത്യമാണ് ആ ഹോസ്റ്റലിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് പോലീസും ഒപ്പം ആന്റി റാഗിംഗ് സ്ക്വാഡും നൽകുന്ന വിവരങ്ങൾ വെച്ച് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമോ, എന്തൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത്, എന്തൊക്കെയാണ് ഈ ഒരു മർദ്ദനത്തിലേക്ക് നയിച്ചത്, അന്വേഷണത്തിൽ ഇനി കണ്ടെത്താൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ, അന്വേഷണത്തിന് ഇനി പുതിയ വഴികൾ സഞ്ചരിക്കേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 18 പ്രതികൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന് പൂക്കോട്ട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.